ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻസ് ഹെൽത്തി വിസ്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പൊട്ടാറ്റോ മുരിങ്ങക്കായ തോരനും കൊണ്ടാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചൂട് ചോറിന് നല്ല പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്കൊന്ന് പോവാം. അതിനായിട്ട് ഞാൻ ഒരു അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ, ഒരു 3 മുരിങ്ങക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതിന് നടുവേ കീറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുരിങ്ങക്കായ നമുക്ക് ആ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനെ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ 2 നല്ലോണം സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തോരനൊരു കളറും കൂടി കിട്ടുമല്ലോ. പിന്നെ എരിക്കായാലും നമുക്ക് ആവശ്യത്തിനുള്ള എരിയും കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഉരുളക്കിഴങ്ങൊന്ന് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒരുമാതിരി പറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തോരൻ ആക്കാൻ ഞാനൊരു അരമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. അരമുറി മൊത്തം വേണ്ട, അതിൻ്റെ കുറച്ചെടുത്താൽ മതി. പീര എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തു. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പിനെ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാം. ഒത്തിരി അരഞ്ഞൊന്ന് പോകണ്ട. നമ്മുടെ തോരൻ്റെ പരുവം. ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു വറ്റൽമുളക് എടുത്ത് 2ആയിട്ടൊന്ന് മുറിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ചരി, നമ്മുടെ കൈക്കുള്ളിൽ കൊള്ളുന്ന കുറച്ചരി ഇട്ട് അതിനെയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് വളരെ ടേസ്റ്റിയാണ്. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാൻ ഇത് മാത്രം മതി. ഈ ഒരു തോരൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെക്കാം. ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണം ഉടഞ്ഞിട്ടൊന്നുമില്ല ഉരുളക്കിഴങ്ങ്. അപ്പം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.